ഏടിയാ നീ ഞണ്ടിരി നോക്കിട്ട് പോന്നീങ്ങ വരുമ്പോ ചെമ്പല്ലിനാ എന്ന് ഞണ്ടിരാ ഓക്കല്ല എന്നാ പിന്നെ ആ ഓക്കെ വരുമ്പോ വലിയ ഞണ്ടിര കിട്ടുന്ന പറയുന്നു അല്ല ചെമ്പല്ലിനാ ഞണ്ട് നോക്കിട്ടിട്ട് ഇങ്ങനെ കുറ്റി വരിക്കാൻ വന്ന അങ്ങനെ പറഞ്ഞ എന്തെന്ന് കുപ്പി മൈദി എടുത്തിട്ട് ഇറങ്ങി പോയ നിങ്ങൾ ഔട്ടായി കുപ്പി മൈദി എടുത്തിട്ട് ഇറങ്ങി എന്തിനീ എന്താ കിട്ടീനാ പൊറോട്ടയാ ചങ്ങായി നിങ്ങ മാത്രം ഇല്ല ഇതിനകത്ത് എന്നാ പരിപാടി പരക്ക മീനുണ്ട് ചൂണ്ടക്കാരെ കണ്ട മൊച്ചു ഇത് എന്നായത് രാവിലെ ഇറങ്ങി സംഭവം രാവിലെ ഇന്ന് പണിയൊന്നും ഇല്ലാത്തോണ്ട് എന്തെങ്കിലും ഒരു വീഡിയോ എന്തെങ്കിലും ആക്കണം. അപ്പൊ എന്നോട് ആരെ നേരത്തെ വിളിച്ചിട്ട് പറഞ്ഞു അപ്പൊ കല്ലുമ്മക്കായനെ പിടിക്കുന്നുണ്ട്. സജുവേട്ടൻ പറഞ്ഞു കല്ലുമ്മക്കായനെ പിടിക്കുന്നുണ്ട്. അതിനെ പിടിച്ചിട്ട് ഒഴിവാക്കിയത് കാരണം വെച്ചാല് വെള്ളം ക്ലൈമറ്റ് മാറി ഉപ്പുവെള്ളം പോകൂലേ, അപ്പൊ ഇനി കല്ലുമ്മക്കായനെ ചത്തുപോകും പോലും. കല്ലുമ്മക്കായ വരിക്കുന്നുണ്ട് എന്നൊരു വിവരം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നേരെ പേരിക്കുന്നില്ല നമ്മ ഇതേ കല്ലുമ്മക്കായനെ വെച്ചിട്ടൊന്നും ചെയ്തിട്ടല്ലേ ഒന്നും ചെയ്തില്ല. അതിനെ പിടിച്ചിട്ട് നമുക്ക് ബിരിയാണി ആക്കണം. അതുകൊണ്ട് ഇന്ന് നല്ല ബിരിയാണി ആക്കാൻ വേണ്ടിട്ട് ഒരു മൂടിട്ട് കഴിഞ്ഞാൽ പക്ഷെ മഴ ചതിക്കോന്ന് അറിയില്ല. നിങ്ങൾ മഴക്കാർ പിടിച്ചെനിക്കാന്ന് വർത്താനം പറയുന്നു. അതെ അല്ലേ, അത് ഇതാണ് ഒന്ന് ഓണായിട്ട് വർത്താനം പറയാകുന്നില്ലാന്ന്. ഫസ്റ്റ് മഴ സീസൺ ആയതുകൊണ്ടാവും. അപ്പൊ ഒന്നും കിട്ടിയില്ലേ രാവിലെ പോയിട്ട് വേട്ടക്ക് ചൂണ്ടയും കിട്ടണം. ചൂണ്ടയും കിട്ടണം. കല്ലുമ്മക്കായ ഉണ്ടോ സജീവട്ടം പാലയിലും കഴിക്കുന്നുണ്ട്. അത് കഴിച്ചപാട് നമുക്ക് കല്ലുമ്മക്കായ എടുക്കുന്നാ പറഞ്ഞേ. അത് ആ കുറ്റിയാണ് കല്ലുമ്മക്കായ കുറ്റി കിട്ടിയാലേ നമ്മളെ കോയൊക്കെ കിട്ടിയണക്കാ കുറ്റിനൊക്കെ ഉണ്ടോ ഫുള്ള് കല്ലുമ്മക്കായ. എന്നാ രസല്ലേ അവര് കേട്ടിട്ട് പ്രായിട്ട് പൊട്ടിത്തെറിക്കലൊരു കല്ലുമ്മക്കായല്ല. ഇന്നും കൂടെ ഇല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്ന് ഇത് അവരെ സീസൺ അവസാനിച്ചു. എടാ അവര് പറിച്ചു കയറ്റി കൊണ്ട് പോന്നേട്ടാ. പറിച്ചു കഴിഞ്ഞാ അവര് പറിച്ചു കയറ്റി വരുമ്പത്തേക്ക് സത്യാന്റെ ഫോൺ വിളിക്കലെന്നാലേ എന്താ ചെയ്യണ്ട് സംഭവിച്ചിട്ടുണ്ടല്ലോ. ഇന്നിനെ വിളവെടുക്കുന്ന അപ്പൊ അവരുടെ പറിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. നമ്മള് പറഞ്ഞു നമുക്ക് പറിക്കുന്നില്ല, നമ്മ നേരിട്ട് പറിക്കാം അങ്ങനല്ല പറഞ്ഞല്ലോ. അപ്പൊ അവര് പറഞ്ഞ് ഇടത്തുമ്പോ പറഞ്ഞു വിഷമിക്കണം ആടെ നമ്മ പറിച്ചുകൊണ്ട് ചെന്ന് അവർക്കടെ പണിക്കേടി പോകേണ്ടി വരും. നിങ്ങൾക്ക് വേണ്ടുന്ന 2-3 കൊല അവിടെ വെച്ചിട്ടുണ്ട്, അവിടെ പോയി പറിച്ചെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് വിട്ടെന്ന് പാട്ടം നിങ്ങൾ പോയിട്ട് വേണം അവിടെ പറിച്ചെന്ന് പറഞ്ഞു. നിങ്ങൾ അവിടെ പോയിട്ട് പറിച്ചിട്ട് പയ്യന്റെ പൈസ കൊടുത്തു തരാമല്ലേ. അതെ അപ്പൊ ഒരു കാര്യം ചെയ്യാം, ഇതിവിടെ കിടക്കട്ട് ഇവരെ പറിച്ചോണ്ട് ഇതിന് വൈകുന്നേരം വന്നിട്ട് അവര് രാവിലെ ഇതെല്ലാം തച്ച് പിരിച്ചിട്ട് അതിന്റെ കല്ലുമ്മക്കായ എടുത്തിട്ട് റോഡ് വന്ന് വെക്കുവാണ്. നോക്കറല്ല എല്ലാം കയറിന് ഞേറ്റേ നല്ല സാധനം കേട്ടോ. ഞേറ്റേ നല്ല കറണ്ട് ചെറുതാണ് കുട്ടി കുട്ടി ഇഷ്ടം പോലെ പിടിച്ചിനി നോക്കിട്ടെ എന്താന്നല്ലേ. നല്ല കിടില സാധനം കേട്ടാ, കിടില സാധനം കിടില സാധനം. ഇതിനെ ഓരോന്നിനും പറിച്ചിട്ട് രാവിലെ നല്ല മുളക് ബിരിയാണി സംഭവമില്ല. നമുക്ക് ഇത് എടുക്കട്ടെ നമ്മള് പറഞ്ഞ ആടെ സാധനം കൊണ്ടിട്ട് നിങ്ങൾക്ക് വീണ്ടും പോയിട്ട് അവിടെ പറിച്ചെന്ന് പറഞ്ഞു. അതെ അപ്പൊ അത്രയും സംഭവം നമ്മ നേരെ പോകുന്ന അവിടെ പോയിട്ട് ഒരു 2-3 കൊല പറിക്കണം. പൊത്തിയാക്കട്ടെ കൊണ്ടുപോയിട്ട് കയ്യില എന്തൊക്കെ പറയാനുണ്ടാ. ഇത് നോക്കുന്നുണ്ടെങ്കിൽ കോയക്കോടത്താണ് കേട് മറ്റേ നെന്മാറ കിട്ടണൊക്കെ കെട്ടിയിട്ടുണ്ട്. നോക്കിയേ ഇതെല്ലാം എടുത്തിന്ന് കണ്ട കയറ് കെട്ടിയിട്ടാണെന്നില്ലേ ഉണ്ടെന്നാ പറഞ്ഞു. ഈ അവിടെച്ചാണ് പറഞ്ഞത്. ഈ സംഭവം നമ്മുടെ ഞായറാഴ്ച പിടിക്കാന്നാ പറഞ്ഞതേ. പക്ഷെ എപ്പത്തേക്കാ നമ്മളിതിന്റെ വെള്ളം മാറിപ്പോയി. ഇത് മൊത്തം പിടിച്ചാണ് അല്ലേ. ഈ സ്ഥലത്തേക്ക് ആ കയറ് കണ്ടോ ആടെ ഉള്ളത് ബാക്കിയെല്ലാം പിടിച്ചാണ്. ഇത് ഇറക്കായോണ്ട് ഇതെല്ലാം മീൻ വളർത്താ നോക്കറിയാ. മീൻ വളർത്തുന്ന സ്ഥലമേ നമുക്ക് പറഞ്ഞ സാധാരണ അതിൽ കൊറേ ഉണ്ട്. അതിലുണ്ട് 2-3 ഇത് അവിടെ ഉണ്ട് പറിക്കാൻ. എന്നാ ഇത് കഥ ഞാൻ നോക്കുന്നത്. അപ്പൊ സമ്മൂടല്ല നമുക്ക് പറഞ്ഞ സാധനം ഇവിടെ ഉണ്ട്. ഈ നമുക്ക് പറഞ്ഞതല്ല ഈ സാധനം ഈ 2 ഇല്ലേ 2 തൂണ് എടുക്കേണ്ടത്. 2 തൂണി വേണ്ട വെള്ളത്തിൽ കയത്തി കെട്ടിട്ട് അല്ലേ. കയത്തിൽ കെട്ടി താത്തിരണ്ട സംഭവം നമ്മളിങ്ങനെ കാണിച്ചു തരണ്ടേ കേട്ടോ. ഇങ്ങോട്ട് വാ കാണിച്ചു തരാ. അമ്പലം നോക്ക് ശ്രദ്ധിക്കണേ കേട്ടോ. നോക്കിട്ട് ഇത് ആദ്യമായിട്ട് ഞാൻ ഇങ്ങനെ നേരിട്ട് കാണുന്നു. ഞാൻ കറക്റ്റ് നീ കണ്ടിരി ഇങ്ങനെ നമ്മള് അപ്പുറം വെളിച്ചനുണ്ടായിരുന്നു അവിടെ നിന്ന് ഇടുമ്പോ കണ്ടിന്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടാ. അപ്പൊ സംഭവം നോക്കിട്ടെ. അപ്പൊ ഇത്രയും കൊലയുണ്ട്. ഇതെല്ലാം ഉണ്ട് സാധനം. ഇതാ എല്ലാ കൊലയും ഇതിന് കുറവാട്ടാ. അതിൽ കുറവാണ്. ഇത് കുഞ്ഞിക്കൊല നോക്കിട്ടെ.
വേറെ നല്ല കൊലയില്ല വേറെ നല്ല കൊലയുണ്ട് പൊന്നിച്ച് നോക്കണം. ഇതെല്ലാം ഇവിടെ ഉണ്ടോ? അനക്കൊന്ന് ഇവര് വലുത് വലുത് നോക്കിട്ട് അരിഞ്ഞെടുത്താ നേരത്താ. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. സെറീപ്പ് പോലെ അതാണ് കൊല. വീണക്കല്ലേ നമുക്ക് ഒന്നിനെ പിടിക്കാനാവൂലേ? അതിനെ പിടിക്കാല, ഒന്നിനെ തന്നെ ഒന്നിനെ ഇറക്കാം. കട്ടൻ കഴിച്ചിട്ടെ കട്ടൻ കഴിച്ചെടുക്കാം. എടുക്കട്ടെ, ഇത് ഈ ലാസ്റ്റ് കുറ്റിന്റെ അവസാന കേട്ടോ. ഒരു 1 2 3 4 എടുക്കാം, അല്ലെ ഒരു 4 കൊല എടുക്കാം. 4 കൊല എടുക്കാം. 4 കൊല്ലെടുത്ത് എന്നാണ് പരിപാടി. ഇനി വലിയ പൈസ പോവോ? ഒന്നിൽ തന്നെ എത്ര ഓർ പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8 കിലോനും 2 കിലോനും 3 കിലോനും 4 കിലോനും ഉണ്ടാവുന്ന പറഞ്ഞു. അതൊന്നാ ഭംഗിയല്ലേ ഇതിനെ കാണാൻ. ഇത് കുറച്ചും കൂടെ വലുപ്പാവാനുണ്ട്. പക്ഷെ സംഭവം എന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഈ ക്ലൈമറ്റ് മാറി. കാരണം മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതാ ഉപ്പല പോയി ഇപ്പൊ ചത്തുപോകും. ഈ ഒരു ഉപ്പയില്ലു. അപ്പൊ നല്ല ഉപ്പുണ്ടെങ്കിൽ ഈ സാധനം നിൽക്കലും വരും. അപ്പൊ നമ്മൾ ഈ ക്ലൈമറ്റ് മാറുന്നവരും ഇനി നല്ല വെള്ളം വരുന്നവരും ഇത് ചത്തുപോകും. ഭയങ്കരമായിട്ട് നഷ്ടം വരും. അതാണ് നിന്റെ ഇത്. ആ മോനെ ഇത് നോക്കിയ. പക്ഷെ ഇത് നമ്മളത്ര ഓവർ വലിയ സൈസ് ആയില്ല, അല്ലേ? വലിയ സൈസ് ആയിട്ട് ഇനി നമ്മളെ കടലിൽ നിന്ന് വരയ്ക്കുന്ന അത്ര ആവില്ലെങ്കിലും ഒരു ലെവലിൽ നിൽക്കോട്ടെ സാധനം ആവുമായിരിക്കും. പക്ഷെ നമുക്ക് ഇത് കുറെ ഇട്ടാ വളരില്ലേ? കൊറേ ഇട്ട വളരെല്ലാം ചെയ്യും. നല്ല വെള്ളത്തിൽ നടക്കൂല. അയ്യോ ഈ ചത്തു. അപ്പൊ അതുകൊണ്ട് ഇന്നും നാളെയായിട്ട് ഇവരെല്ലാ സാധനവും പറിച്ചു കുഞ്ഞിനെടുത്ത് നടക്കാം. എത്രയുണ്ട്? ഒരു 4 കിലോ ഉണ്ട്. സാധനല്ലേ കിട്ടില്ല സാധനട്ടാ. ഇത് നമ്മളെ എന്താ പറയണ്ട്, ഇതാ സജീവാട്ടന്റെ ടീമിന്റെ അല്ലേ നമ്മളെ? അതെ, സജീവാട്ട അവരെ സംഘത്തിന്റെ. അപ്പൊ നമ്മോട് പറഞ്ഞ അവിടെ പോയിട്ട് വീണുന്ന പറിച്ചോന്ന് പറഞ്ഞു. പച്ച എത്ര ഉള്ളറ എന്നോട് സംഘക്കാര് തലക്കടിക്കാൻ. അപ്പൊ നമ്മിനകത്ത് എന്തായാലും 2-3 കൊല പറിക്കാല്ലേ രാവിലെ? 2-3 എടുക്കാം. 2-3 കൊല പറിച്ച് നമുക്ക് പോവാം. അതന്നെ, നമ്മളെ നാട്ടിലുണ്ടായിട്ട് പറിച്ച് തിന്നിട്ടാന്ന് വേണ്ട. അത് വേണ്ട. ആ എന്നപ്പ ഞാൻ ഐശ്വര്യായിട്ട് അങ്ങ് പറിച്ചോ. അവര് ഐശ്വര്യായിട്ട് പറിച്ചിട്ട് പോയി. വേറെ വലിയ പണിയൊന്നുമില്ല. ഇങ്ങനെ പറിക്കുക, ഊരിങ് എടുക്ക, എടുത്തിട്ട് ഇങ്ങനെ തോണിയിൽ വെക്കുക. അത്രയില്ലു. അടക്കട്ടെ. നമുക്ക് ഏകദേശം ഒരു സാധനം നോക്കിയേ. എന്ത് ബില്ലല്ലേ? ബില്ലത് മോശമില്ലപ്പാ. നമുക്ക് ഇങ്ങനെ മോശമില്ലാത്ത നല്ല നല്ല കൊല നോക്കി പറിക്കാനാവില്ല. നല്ല നല്ല കൊല നോക്കിട്ട് പറ. അപ്പൊ ബാക്കി ഒരു 4 കൊല എടുക്കട്ടെ? 4 കൊല എടുക്കാം. 4 കൊല ബിരിയാണി. ഓക്കെ, കുറച്ചും കൂടെ പറിക്കട്ടെ. നല്ല നല്ല കൊല നോക്കട്ടെ. നല്ല നല്ല തെരഞ്ഞെടുത്തിട്ട് പറിക്കാം. വെറുതെ ഞൊണ്ണം കൊല പറിച്ചിട്ട് പൈസ കളയാങ്കില്ല. എന്നാ അവസ്ഥ? കയ്യെല്ലാം കയറിയ നിങ്ങളെ? നല്ല മോശമില്ലാത്ത നല്ല ബർക്കത്തിലെ സാധനം. എന്നിട്ട് അത് അവര് കലമ്പോ ഇത് നോക്കി എടുത്തിട്ട് ബെൽറ്റ് നോക്കി എടുത്തിട്ട് ബേണി നിർത്തോന്ന് പറഞ്ഞേ. നല്ല നല്ല കൊല നോക്കിട്ട് എടുക്ക്. അത് കാണൂല. അതൊന്നാണ് പുട്ടിന്റെ അരിയാ. നീ പറഞ്ഞ നല്ല സാധനം കിട്ടില്ല സാധനം. എന്റെ മോനെ അതേത് എമ്പ സാധനം എമ്പ. എന്നാ ഇത് സംഭവം പരിപാടി ഇത്. പക്ഷെ ഇത് കമ്പനിക്ക് നഷ്ടമാണ് കേട്ടോ. നമ്മിപ്പോ ഈ കൊലയടക്കം എടുക്കുമ്പോണ്ടല്ലോ എനിക്ക് മുരുവും കയറി അങ്ങ് ഇഷ്ടം പോലെ. ഇവരെന്താക്കലെന്നറിയാം? മുരുകളിയോ ഇവര് മൊത്തം തച്ചിട്ട് സെപ്പറേറ്റ് ആക്കും. സെപ്പറേറ്റ് ആക്കിട്ട് ഇവര് കൊടുക്കുമല്ലോ. കൊലയോട് മേടിച്ച നഷ്ടം. കൊലയോടെ വാങ്ങിച്ചാൽ നഷ്ടം ഒന്നും പറയാങ്കില്ല അല്ലേ? ഈ 2 കൂടെ പൊക്കിട്ട് ഞാനങ്ങായി പൈസ കൊടുക്കൂലേ? പൈസ കൊടുക്കുന്ന ഇങ്ങനത്തെ എത്ര ആണെങ്കിലും കളറുള്ള സാധനം കണ്ടാ യോമന പെർപ്പിൾ കളർ. നല്ല കളർ കുറച്ച് കൂടുതലുണ്ട്. ഒന്ന് പൊന്നിച്ചൊന്നും എന്റെ മോനെ കൊല 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 കൊല. അടുത്തൊന്നുകൂടെ ഉണ്ട്. ഈ 2 കൊലയെ ബാക്കിയല്ലോ. ബാക്കി നമ്മൾ ചെക്ക് ചെയ്തോ. മോശമില്ല. ഈ ഒരു കൊക്കോലയും കൂടെ മതിയാക്കട്ടാ. അത്രയും ഉണ്ട്. അത് മതി. ഇതും കൂടെ എടുക്കാം. അതും കൂടെ എടുത്തിട്ട് മതിയാക്കി. എന്തിനാണ് വെറുതെ പാട്. ഇതിനും കൂടെ എടുത്തിട്ട് മതിയാക്കില്ലേ? അതിനും എടുത്തിട്ട് നമുക്ക് പിട്ടക്കാലേ ആയി കൊറേ ആയി. ഇതന്നെ എത്രയോ ആയങ്ങ. അമ്മലും ടീമിനും വേറെ പാടെ കുളിക്കണ്ടി വരും തിന്നാൻ വേണ്ടിട്ട്. എന്നാ പറയുന്നത്? ഇത് എച്ചും ബിരിയാണി ആക്കണ്ട നമുക്ക്. പിന്നെയോ നമുക്ക് ബിരിയാണിക്ക് വേണ്ടി എനക്ക് നിനക്ക് ബിരിയാണി. ആയോപ്പാ നമുക്ക് മാത്രം ബിരിയാണി ആരും പറയാ. ബാക്കി നമുക്ക് വീട്ടിൽ വെക്കാം. വീട്ടിൽ വെക്കാനാ? വീട്ടിൽ എണ്ണടിക്കാൻ പൈസക്കല്ലേ? നിന്റെ വീട്ടിൽ 300, എന്റെ വീട്ടിൽ 300. അപ്പൊ സെറ്റല്ലേ? ബൈക്കേ കാണുന്നൊക്കെണ്ടെങ്കിൽ ഇന്ന് ഇവിടെ 150 റുപ്യ 300 റുപ്യ വെക്കാം. അതെ. ബാക്കി നമുക്ക് വീട്ടിൽ കൊടുക്കാനാവില്ലേ? ബാക്കി നമുക്ക് ബിരിയാണി കത്തറ കൊണ്ടുവരാവില്ലേ? അത്രയും ഉണ്ട്. 2 കൊല. അത്രയും ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 കൊല. എനക്ക് 1.5 കൊല കിട്ടിയിട്ട് 2 കൊല കിട്ടിയാൽ മതി. അപ്പൊ ബാക്കി നമ്മ വീട്ടിൽ കൊണ്ടുപോയി രാവിലെ വിൽക്കാം. ബാക്കി 2 കൊലയാ ഓരോ കൊലയാ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാവല്ലേ? ഇനി എടുക്കുന്ന നേരെ വീട്ടിൽ കൊണ്ടുപോകുന്നത് ബിരിയാണി ആക്കുന്ന കല്ലുമ്മക്കായി ആക്കണം.
നമുക്ക് എന്നാച്ച് നോക്കിട്ട് അവിടെ നിന്ന് നമുക്ക് ആക്കാം. സ്പോട്ടിൽ പേര് കണ്ടുപിടിക്കലും ആക്കലോ. അതെ, ഇതിപ്പോ ഇതുവരെ പേര് നമ്മൾ ഇട്ടിട്ട് രാവിലെ അവിടെ സ്പോട്ടിൽ എത്തുമ്പോ എന്താ പേര് തോന്നുന്നു, അന്നേരം ഇട്ടിട്ട് പേരിട്ടൊരു സാധനം കല്ലമ്മക്കാരെ കൊണ്ട് ഒരു ഡിഷ് അതന്നെ അല്ല. പിന്നെ അപ്പൊ നേരെ പോകുന്ന രാവിലെ ഇതിനെടുക്കുന്ന നേരെ കല്ലമ്മക്കായ ബിരിയാണി എന്തെങ്കിലും. ഓക്കെ പോവാ, ഓടിക്കോ. അല്ലേ 4 കൊല ബിരിയാണി 4 കൊല ബിരിയാണി ആക്കുന്നില്ലല്ലേ ശരിക്ക്. ശരിയാണല്ലേ, വെറുതെ എന്തിനാ വേസ്റ്റ് ആക്കുന്നത്. നമുക്ക് അത്രയും കൊണ്ട് 1.5 കിലോ ബാക്കി നമുക്ക് വിൽക്കാം. വീട്ടില് വെച്ചിട്ട് ബാക്കി ബിരിയാണി ഞാൻ വേറെ വിളിക്കാൻ പാടില്ലേ, വെറുതെ കിട്ടിയാന്ന് പറഞ്ഞല്ലേ. പൈസ മേടിച്ചെന്ന് പറയണം, പകുതി പൈസ എന്റെ മേടിക്കേണ്ടി. നല്ല മഴയും ബിരിയാണി എന്ത് രസം ഉണ്ടാവുന്നറിയോ. എന്താ ഒരാ പറയുമ്പത്തേക്ക് തൊയ്യാൻ വരുന്ന മോനെ വരുന്ന. 1 മിനിറ്റ് എടുക്കട്ടെ സാധനം. 1 മിനിറ്റ് എന്നോ. അങ്ങോട്ട് വരുന്നില്ല, ബ്ലഡ് കണ്ടിട്ട് നമ്മളെ ചാനൽ പോയി പോകും. ഫോട്ടോ കാണിക്കാറാ, ഫോട്ടോ എടുത്തിട്ടേ ഉള്ളിലേക്ക് കയറി കളിച്ചിനെ പോയാ ബ്ലഡ് പോയാ. അത് റിട്ടേൺ കിട്ടുന്നില്ല, ചെരുപ്പിന്റെ ഉള്ളിൽ കൂടി വലിക്കുമ്പോ ചെരുപ്പ് അടക്കി ഇങ്ങനെ പറ്റിയിരിക്കും. ബേബിക്കോളിട്ട് ഒട്ടിച്ചടക്കാം. കാണിച്ച മുറി കാണിച്ച പോയേക്ക് ചോര കാണിക്കണ്ട. ഓർത്ത് കാലി ഇതൊട്ടാണ്ട ഓളന്നിനല്ല ഇതൊക്കെ സാധനം നോക്കിയേ. ഈർച്ചവാള് ബാക്കിലേക്ക് ഞങ്ങൾ ഇത് നിങ്ങനെ നിക്കുന്നറിയോ. പഴയ മുള്ളായിട്ട് രക്ഷപ്പെട്ടിയാ. ഇത് ഏട്ടൻ്റെ അല്ലേ ഈർച്ച വള നോക്കറ റിട്ടേൺ വരില്ലാന്ന്. ഫ്രെയിം ചെയ്തോ ടീറ്റ് എടുക്കണം. പിന്നെ ടീറ്റ് എടുക്കാണ്ട് ഏട്ടനെ മുള്ളരച്ചിട്ട് എടുത്തോ. മഴക്കാലം വന്നു കയ്യില പഴയ മുള്ളു വന്നു. പുതിയതാണെങ്കിൽ കടച്ചിലേ ഉണ്ടാവും. ബിരിയാണി കണ്ട നിങ്ങളെ കാലം മുടവന്താറ കണക്കാക്കിട്ട് നടക്കുമ്പോ പിന്നെ എങ്ങനെ ആയാലും മുള്ളു കയറിട്ടുണ്ട്. സടു ഒന്ന് ട്രീറ്റ് അടിച്ചിട്ട് ഒരു പഞ്ഞിക്കിട്ടൊക്കെ ചെരുപ്പ് വിട്ടിട്ട് ഞാൻ എന്തേലും വെറുതെ അത്ര സേഫ്റ്റി ഇല്ല. പക്ഷെ കുഴപ്പമില്ല, സാധനം തഴഞ്ഞിട്ടാണ്. പിള്ളേരായിക്കോട്ട് എന്നാ സംഭവം പറയാ. അതന്നെ ഇതേ വണ്ടി എടുക്ക്. ലൂർദ് കോളേജിലെ പിള്ളേർ പോന്നാ അതിലെ പോന്നതാ നോക്ക്. 5 മിനിറ്റ് വൈകി. ഇപ്പൊ നിങ്ങൾ പോയി നീ ആർന്ന് നിങ്ങൾ നെൽസ് പിള്ളേരെ കാണാൻ വേണ്ടി വന്നല്ലേ. നമുക്കറിയാമോനെ ആശുപത്രിയിലേക്ക്. ആരോ ബെറി പിടിച്ചു. അവൻ വരുമ്പോ തന്നെ ആർന്ന് ഷെമീജിക്ക് റൂഫ്ക്ക് അമലെല്ലാം കണ്ടിരി ബിരിയാണി തന്നക്കണം. ക്യാൻസൽ ആയി. അവര് പറഞ്ഞോണ്ടല്ലേ വെറുതെ പറഞ്ഞത്. റൂഫിന്റെ പീടിന് മുമ്പ് ചെരുപ്പിന്റെ ഉള്ളിലേക്ക് കയറി കാലിന്റെ ഉള്ളിലേക്ക് ഓർത്ത് കാട് കാണിച്ചെടുത്ത് എനിക്ക് വിശ്വാസം ഉണ്ടാവില്ല. കൊണ്ടച്ചിനി കുത്തി തറച്ച് കാലിനും കഴിക്കല്ലോ. അതിന്റെ ഉള്ളിൽ മുള്ളുണ്ടാവും പോലും. കണ്ടൽ റോഡ് എങ്ങനെയുണ്ട്? കണ്ടൽ റോഡ് അവിടെ ആശുപത്രി പറയാൻ കഴിയുന്നില്ല. അവരുടെ മറ്റേ ഡോക്ടറിലോട്ട് പുറത്തു നോക്കാം. അവർ ആശുപത്രി എന്താ പറയുന്നത് വീഡിയോ എടുക്കുന്നിട്ട് ഇപ്പൊ സംഭവം ഉണ്ടല്ല. ഇന്നിനി ഏതായാലും ഇത് നടക്കൂല. ഈ മറ്റേ അടിച്ച് വന്ന് മറ്റേ നമ്മളെ ബിരിയാണി ആക്കൽ നടക്കൂല. ബിരിയാണിന്റെ വീഡിയോ വേണമെങ്കിൽ എല്ലാവരും താഴെ കമന്റ് ചെയ്ത് എന്തായാലും നമുക്ക് ബാക്കിൽ തന്നെ എടുത്തിട്ട് വരാമല്ലോ അല്ലേ. ഇന്നത്തെ മൂടേ പോയി ഏട്ടനെ മുള്ളേറിട്ട് അതിനുള്ള ഇറച്ചിയിൽ ഇങ്ങനെ കൊളുത്തി പുറത്തേക്ക് വലിച്ചിന്. നീ എന്നെ വലിച്ചത് എനിക്കെല്ലാം അറിയുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ ബിരിയാണി നിന്ന് മതിയാക്കിയത് ഇതിന്റെ ഫുൾ വീഡിയോ. പക്ഷെ ഫുൾ വീഡിയോ അറിയാം. ബിരിയാണി വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്തൊക്കെ രാവിലെ വരുമല്ലോ. ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും എന്റെ ബാക്കിൽ കൊണ്ട് ചാടൂട്ടാ. അല്ല എടുത്തിട്ട് വരും. ഓക്കെ, അപ്പൊ പുതിയൊരു വീഡിയോ ആണെന്നേ. കണ്ടൽ റോഡ് എന്റെ ഫോൺ ഇങ്ങനെ നിങ്ങൾ നടക്കുന്ന കണക്കായിട്ട്